ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി തേവക്കലിന് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഓണർ 1,50,00,000 രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ നോക്കാം. ഇത് പഞ്ചായത്തിൻ്റെ റോഡിൽ നിന്നും നമുക്ക് 5 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡാണ് നമുക്കിവിടെ വരുന്നത്. അത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു. ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗേറ്റ് വരുന്നത് അവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് വരുന്നത്. കൂടാതെ മതിലൊക്കെ നല്ല ഡസ്റ്റർ വർക്കുകളും LED ലൈറ്റുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ വീടിൻ്റെ മതിലുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ SUV പോലുള്ള വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മറ്റ് 2 വാഹനം കൂടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നമുക്ക് മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ജലസ്രോതസ്സിനായിട്ട് വരുന്നത് വറ്റാത്തൊരു കിണറാണ്. അത് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ KWD വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഇനി വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഇനി ഫ്രണ്ട് ഡോറിൻ്റെ ഇതൊക്കെ നോക്കാം. നമുക്ക് ഫ്രണ്ട് ഡോർ വരുന്നത് ഒറ്റ പാളിയിൽ തീർത്ത നല്ല മനോഹരമായ ഡിസൈനിൽ തേക്ക് മരത്തിൽ നിർമ്മിച്ച നല്ല ഫ്രണ്ട് ഡോർ, നല്ല ഡിസൈനിലുള്ള ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളും ഈ സിറ്റ് ഔട്ടിലും വരുന്നുണ്ട്. ഇനി നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം വലിയ സെറ്റുകളൊക്കെ ഇടാവുന്ന രീതിയിൽ L ഷേപ്പിലാണ് നമുക്കിവിടെ ലിവിങ് സ്പേസ് വരുന്നത്. നമുക്ക് കൂടാതെ മനോഹരമായൊരു TV യൂണിറ്റും നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിവിങ് സ്പേസൊക്കെ വരുന്നത് ഡബിൾ ഹൈറ്റിൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഗ്ലാസിൻ്റെ നല്ല മനോഹരമായ വിൻഡോസും നമുക്ക് ഈ ലിവിങ് സ്പേസിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിന് കിടക്കുന്ന എൻട്രിയിലൊക്കെ നല്ല സ്ക്വയറിലായിട്ടുള്ള നല്ല കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ 8-10 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വിശാലമായ ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് അത്യാവശ്യം നമുക്ക് വലിയ ടൈലുകളൊക്കെയാണ് നമുക്ക് ഡൈനിങ് സ്പേസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള പോർഷനിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഹാളിൻ്റെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ളൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അത് സീറോയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ നമുക്ക് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണാണ്. കിച്ചൻ്റെ എൻട്രിയിലൊക്കെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് കിച്ചണിലൂടെ നൽകിയിരിക്കുന്നത്. കിച്ചനായിട്ട് 3 സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള കബോർഡ് വർക്കുകളും വരുന്നുണ്ട്. ഫാൾസിലും വർക്കുകളും നമുക്ക് കിച്ചണിലായിട്ട് വരുന്നുണ്ട്. ഒരു ചിമ്മിണി അടുപ്പും നമുക്ക് കിച്ചണിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്, മുകളിൽ 2 ബെഡ്റൂം. ഈ വീടിനായിട്ട് വരുന്നത് മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഒരു കട്ടിലും ഈ വീടിനായിട്ട് ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ക്ലോസറ്റൊക്കെ വരുന്നത് കളർ ചില്ലായിട്ട് ക്ലോസറ്റാണ്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് ഡ്രൈ ഏരിയ ഒക്കെ ആയിട്ട് പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഈ സൈഡിലേക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. കൂടാതെ നമുക്ക് കട്ടിലൊക്കെ ഇവിടെ വരുന്നുണ്ട്. സൈഡിലേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട്. നല്ല ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്.
ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നമുക്ക് ഈ ബാത്റൂം രണ്ട് പാർട്ടീഷനൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് ക്ലോസറ്റൊക്കെ വരുന്നുണ്ട്. എല്ലാ ഫിറ്റിങ്സും നമുക്ക് സീറോ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സാണ് നമുക്ക് വരുന്നത്. കൂടാതെ ഒരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പിനായിട്ട് നമുക്ക് വുഡിൻ്റെ പാനലൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസൊക്കെ വരുന്നത് നമുക്ക് ടഫ്ലോൺ ഗ്ലാസുകളും കൂടാതെ നമുക്ക് ബോർഡറായിട്ട് വരുന്ന വുഡ് പാനൽ തന്നെയാണ് ബോർഡറായിട്ടും നമുക്ക് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൻ്റെ സൈഡിലെത്തുമ്പോൾ നമുക്ക് നല്ലൊരു പർഗോള സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വെളിച്ചം കിട്ടുന്നതിനായിട്ട് പർഗോള സംവിധാനവും ഈ വീട്ടിൽ വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പർ ലിവിങ് ഏരിയ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫീസ് സ്പേസും ആയിരിയൊക്കെ ഉള്ള നല്ല വിശാലമായ അപ്പർ ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള താഴെയും TV യൂണിറ്റ് ഉണ്ട്. കൂടാതെ മുകളിലും നല്ല ഡിസൈനോട് കൂടിയ TV യൂണിറ്റും നമുക്ക് വരുന്നുണ്ട്. കൂടാതെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇതിനായിട്ട് വരുന്നുണ്ട്. കൂടാതെ അപ്പർ ലിവിങ് ഏരിയയിലും നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിലും 2 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂമാണ് ഈ വീടിനായിട്ട് വരുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പെഷ്യലായിട്ടുള്ള ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നമുക്ക് ട്രൈ ഏരിയ ഒക്കെ വരുന്നുണ്ട്. സെപ്പറേറ്റ് ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാ ഫിറ്റിങ്സും നമുക്ക് സിറ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സാണ് വരുന്നത്. ഒരു വാഷ് ബേസിനും നമുക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിലും 2 ബെഡ്റൂമും താഴെ 2 ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് വരുന്നത്. നമുക്ക് ബെഡ്റൂമൊക്കെ കണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമിലാണ് വരുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ വാൾഡ്രോബ്സുകളും ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൾസിലും വർക്കുകളും ഈ ബെഡ്റൂമിലും വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഇതും കൺസീൽഡ് ക്ലോസറ്റൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമുകളെല്ലാം ഈ വീടിനായിട്ട് വരുന്നത്. നമുക്ക് സിറ ബ്രാൻഡിലുള്ള ഒരു വാഷ് ബേസിനും കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടുത്തെ നോക്കിയാൽ അറിയാം, നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് വരുന്നത്. നമുക്ക് സ്റ്റീലും കൂടാതെ ടഫും ഗ്ലാസുകളുമാണ് നൽകിയിരിക്കുന്നത്. നല്ല ഫാൾസിലും വർക്കുകളും ഈ ബാൽക്കണിയിലും നമുക്ക് വരുന്നുണ്ട്. തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി കളമശ്ശേരി പുതിയ ജുഡീഷ്യൽ സിറ്റിയിൽ നിന്നും 2.5 കിലോമീറ്റർ മാത്രം അകലെയായി 5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ 1,50,00,000 രൂപ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.